കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. വെറുതെ ഇറങ്ങുകയല്ല ചെയ്തിരിക്കുന്നത്, ക്രമസമാധാന നില വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പ്രകടനങ്ങളാണ്. വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് വൻ പ്രകടനങ്ങൾ നടക്കുന്നു കേരളത്തിൽ. ആ പ്രകടനം വരുന്ന വഴിയിലുള്ള എല്ലാ ഫ്ലക്സ് ബോർഡുകളും കെ.സി. വേണുഗോപാലിൻ്റെതോ രമേശ് ചെന്നിത്തലയുടേതോ ഫ്ലക്സ് ബോർഡുകൾ എവിടെ കണ്ടാലും അതൊക്കെ വലിച്ചു കീറി കത്തിക്കുകയാണ് ചെയ്യുന്നത്. വലിച്ചു കീറുന്നതിനോടൊപ്പം ഉമ്മൻചാണ്ടിയുണ്ട്, കെ കരുണാകരനുണ്ട് എന്നുകൂടി ഓർക്കണം. അതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കത്തിച്ചാമ്പലാക്കുകയാണ് ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയുടെ ചിത്രമടക്കം വലിച്ചു കീറി കത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്ന് പറയാൻ കാരണം, കോൺഗ്രസ് പ്രവർത്തകർ വി.ഡി. സതീശന്റെ ചിത്രവും എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ കൂടെ ഒരു വണ്ടി പോലീസും കൂടി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിലാണ് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് സംബന്ധിച്ച് വന്ന വാർത്തയും മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നിട്ടുണ്ട്. ഒരു വാർത്ത ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയായി കെ.സി. വേണുഗോപാലിനെ തീരുമാനിച്ചാൽ UDFന് വോട്ട് ചെയ്ത സകല മനുഷ്യരും തെരുവിലിറങ്ങണമെന്ന ആഹ്വാനവുമായി ജമാഅത്തെ ഇസ്ലാമി. വേണുഗോപാലിന് ഫാസിസ്റ്റ് വിരുദ്ധ സമരം വിനോദമാണെന്നും ഗൗരവമുള്ള ദൗത്യമല്ലെന്നും സംസ്ഥാന ഷൂറ കൗൺസിൽ അംഗം അബ്ദുൽ സലാം അഹമ്മദ് ഫേസ്ബുക്കിൽ കുറിച്ചു. കോൺഗ്രസ് MLA-മാരെ വിലക്കെടുക്കാൻ BJP ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ സ്വന്തം MLA-മാരെ വിലക്കെടുത്ത് നേതാവാകാൻ ശ്രമിക്കുകയാണെന്നും പരിഹസിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കെ.സി. വേണുഗോപാലിനെ തീരുമാനിച്ചാൽ UDFന് വോട്ട് ചെയ്ത സകല മനുഷ്യരും തെരുവിലിറങ്ങണമെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗം. അദ്ദേഹം മീഡിയ വൺ ചാനലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി കൂടിയാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആരും അത് ഇതുവരെയും നിഷേധിച്ചിട്ടുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗം ആണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ബോഡിയിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് പറയുന്നത്, കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചാൽ UDFന് വോട്ട് ചെയ്ത ജനങ്ങൾ തെരുവിലിറങ്ങണമെന്ന്. കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ MLA-മാർ യോഗം ചേർന്ന് ഭൂരിപക്ഷ തീരുമാനപ്രകാരം തീരുമാനിക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ MLA-മാർ യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തി. ഹൈക്കമാൻഡ് ഇനി ഒരാളെ പ്രഖ്യാപിക്കും, അവരെ നേതാവായി അംഗീകരിക്കും കോൺഗ്രസ് MLA-മാർ. ഇതാണ് രീതി. അതിൻ്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ആകട്ടെ, തെരുവിൽ തല്ലി നടക്കുന്നുണ്ട്, ക്രമസമാധാന പ്രശ്നമായി മാറുന്നുണ്ട്, നാട്ടുകാർക്ക് ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു. ഇതിനകം തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളൊക്കെ നാണം കൊണ്ട് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗത്തിന് ആഹ്വാനം വരുന്നത്, തെരുവിലിറങ്ങണം നിങ്ങൾ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ എന്ന്. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്ന് ഒരു വലിയ വിഭാഗം പറയുന്നത്? ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായാൽ ആരായിരിക്കും വി.ഡി. സതീശനെ നിയന്ത്രിക്കുക? കോൺഗ്രസ് പാർട്ടി ആയിരിക്കുമോ? ഒരിക്കലുമില്ല. കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഒന്നും വി.ഡി. സതീശൻ അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആരെയായിരിക്കും വി.ഡി. സതീശൻ അംഗീകരിക്കുക? ജമാഅത്തെ ഇസ്ലാമിയെ, മുസ്ലിം ലീഗിനെ. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും മുഖ്യമന്ത്രി കേരളം ഭരിക്കും. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും പറയുന്നത് പോലെ മുഖ്യമന്ത്രി കേരളം ഭരിക്കും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായാൽ. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകണം. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യമാണ്, മുസ്ലിം ലീഗിൻ്റെ താല്പര്യമാണ്. അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാനാണ് കേരളത്തിലെ ഇപ്പോൾ ഈ ബഹളങ്ങളൊക്കെ, ഈ ഫ്ലക്സ് കീറലൊക്കെ. അപ്പോൾ ആരാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് വെൽഫെയർ പാർട്ടി നേതാക്കളും പ്രവർത്തകരുമാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകരോ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരോ ഇറങ്ങുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി, അതിലെല്ലാ വിഭാഗം ആൾക്കാരുമുണ്ട്. അതിൽ നിന്ന് ഒരു വിഭാഗത്തെ മാത്രം തെരുവിലിറക്കുകയാണോ ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവരും ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണോ? അങ്ങനെയാണോ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെയാണോ ആശങ്കപ്പെട്ടത് അതൊക്കെ നടക്കുന്നു എന്നർത്ഥം. ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ വി.ഡി. സതീശൻ. മതരാഷ്ട്രവാദമൊക്കെ എന്നേ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ ആളാണ് വി.ഡി. സതീശൻ. അങ്ങനെയുള്ള വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഷൂറ അംഗം രംഗത്തിറങ്ങുന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഇവിടെ
ജനങ്ങൾ തെരുവിലിറങ്ങണമെന്ന് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് കരുതുന്നത്. വി.ഡി. സതീശൻ ആണെങ്കിൽ ഒരു സംശയം വേണ്ട, അത് മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമായിരിക്കും. കോൺഗ്രസിന്റെ ഭൂരിപക്ഷം MLA-മാരും വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നില്ല. 3-ാം സ്ഥാനത്താണ് വി.ഡി. സതീശൻ എന്നോർക്കണം. അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസിൻ്റെതായ തീരുമാനമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. അവിടെയും മുസ്ലിം ലീഗിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലുണ്ടാകുന്നു എന്നർത്ഥം.